Like the video, subscribe to the channel and press the bell icon for latest video updates. നമസ്കാരം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സിനെ നമ്മൾ 2 ഘട്ടങ്ങളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ 2 വീഡിയോസ് ഉണ്ടാവും. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായിട്ട് കാണുക. കാരണം ഈ ക്ലാസ്സിലെ കംപ്ലീറ്റ് ഓരോ പോർഷൻസും അല്ലെങ്കിൽ ഓരോ വേർഡുകളും വളരെ ഇമ്പോർട്ടൻസ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, ഏതൊക്കെ ആർട്ടിക്കിളുകളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്, എവിടെ നിന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളത് എന്നെല്ലാം നോക്കാം. ഫണ്ടമെന്റൽ റൈറ്റ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പാർട്ട് 3-ലാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അമേരിക്കൻ ഭരണഘടനയുടെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് കടമെടുത്തിരിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഡെമോക്രസിയുടെ ഐഡിയ പ്രൊമോട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതായത് ഒരു അതോറിറ്റേറിയൻ ആൻഡ് ഡിസ്പോട്ടിക് റൂൾസ്, അതായത് ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിലെ ഭരണ അധികാരികളുടെ അതോറിറ്റേറിയൻ ആൻഡ് ഡിസ്പോട്ടിക് റൂൾസ് ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്, മൗലിക അവകാശങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ മൗലിക അവകാശങ്ങൾ എപ്പോഴെങ്കിലും ഹനിക്കുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് സുപ്രീം കോടതി സമീപിക്കാവുന്നതാണ്. അതായത് ജുഡീഷ്യൽ റിവ്യൂ എന്ന ഫണ്ടമെന്റൽ റൈറ്റിൽ തന്നെയുള്ള ആർട്ടിക്കിൾ 32 പ്രകാരം നമുക്ക് കോടതി സമീപിക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊളിറ്റിക്കൽ ഡെമോക്രസി സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതായത് ലിബർട്ടി, ഫ്രീഡം ഓഫ് പീപ്പിൾ, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നാണ് ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഉദ്ദേശം. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ആശയം അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉൾക്കൊള്ളിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് ഗവൺമെന്റ് ഓഫ് ലോസ് നോട്ട് ഓഫ് മാൻ, എസ്റ്റാബ്ലിഷിംഗ് ഗവൺമെന്റ് ഓഫ് ലോസ് നോട്ട് ഓഫ് മാൻ, നിയമപരമായ ഒരു ഗവൺമെന്റിന്റെ അധികാരം നിർമ്മിക്കുക, അല്ലാതെ ഒരു മനുഷ്യന്റെ ഏകാധിപത്യത്തിന് അനുസരിച്ച് രാജ്യത്ത് നിലകൊള്ളുക എന്നുള്ളതിന് ഉദ്ദേശിച്ച് അങ്ങനെയല്ല നിർമ്മിക്കുന്നത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? നിയമപരമായി നിലനിൽക്കുന്ന ഒരു ഗവൺമെന്റ്, അതായത് ജനങ്ങളുടെ അവരുടെ അടിസ്ഥാനപരമായ മൗലികമായ അവകാശങ്ങൾ സംരക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഹനിക്കുമ്പോൾ സ്വാഭാവികമായും അത് എന്തായി മാറും? ഒരു ഏകാധിപത്യത്തിലേക്കോ അല്ലെങ്കിൽ ജനങ്ങളുടെ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഗവൺമെന്റോ ആയി മാറും. ഇതൊരു അളവ് പോലും കൂടിയാണ്. അതായത് ഇന്ത്യൻ ഭരണഘടന ഒരു അളവ് പോലാണ് വെച്ചിട്ടുള്ളത്. അതായത് നമുക്ക് എങ്ങനെ ഒരു ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ ഹനിക്കുന്ന ഒരു ഗവൺമെന്റ് ആണോ അല്ലയോ എന്ന് കോടതിക്കോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കോ വിധി എഴുതാവുന്ന രീതിയിലുള്ള ഒരു അളവ് പോലാണ് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ആ പേര് തന്നെ നമ്മൾ പറയാം, അത് ഫണ്ടമെന്റൽ ആണ്. അതായത് അടിസ്ഥാനപരമായി അല്ലെങ്കിൽ മൗലികമായി നമ്മൾ ഒരു ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകേണ്ട അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി ജനങ്ങൾക്കുള്ള അവകാശങ്ങളാണ് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇതിലേക്ക് ഉൾപ്പെടുത്തിയതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. ദേ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ബെഡ്റോക്ക് ഓഫ് ഡെമോക്രാറ്റിക് സിസ്റ്റം ഇൻ ദ കൺട്രി. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതെന്താണ്? ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന്റെ ബെഡ്റോക്കാണ്, അടിസ്ഥാനപരമായ അടിസ്ഥാന ശില എന്നെല്ലാം നമുക്ക് അഭിപ്രായപ്പെടാം. They provide necessary conditions for the material and moral protection of men. They serve as formidable bulwark of individual liberty. അതായത് ഒരു മനുഷ്യന്റെ മൗലികമായ സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിക്കുക എന്നതും കൂടിയാണ് ഇതിന്റെ ഉദ്ദേശം. അതുപോലെ തന്നെ they facilitate
ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റൂൾ ഓഫ് ലോ ഇൻ ദ കൺട്രി. റൂൾ ഓഫ് ലോയുടെ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയിട്ട് മൗലിക അവകാശങ്ങൾ ഒരു അളവ് പോലെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ദേ പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് ആൻഡ് വീക്കർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. അതായത് ഇതിനെ മെജോറിറ്റി സെക്ഷൻസ് മാത്രമല്ല മൈനോറിറ്റി സെക്ഷൻസിനും ഒരേ തുല്യമായ അവകാശങ്ങളുണ്ട് എന്നത് ഇന്ത്യൻ ഭരണഘടന വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. എല്ലാവരും തുല്യരാണ് എന്ന ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ആർട്ടിക്കിൾ 14 എല്ലാം പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇൻ ദ കേസ് ഓഫ് കാസ്റ്റ്, റേസ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, ഇതെല്ലാം തന്നെ പറയുന്നത് എന്താണ്? ദ പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്, വീക്കർ സെക്ഷൻസ് ആൻഡ് സൊസൈറ്റീസ്. ഇനി മൈനോറിറ്റിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി കൾച്ചറൽ പ്രൊട്ടക്ഷന് വേണ്ടി പ്രത്യേകം ഫണ്ടമെന്റൽ റൈറ്റ് ആർട്ടിക്കിൾസ് ഉണ്ട്. എല്ലാം തന്നെ പറയുന്നത് എന്താണ്? മൈനോറിറ്റിയുടെ അല്ലെങ്കിൽ വീക്കർ സെക്ഷൻസിന് തുല്യമായ പ്രാധാന്യം ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ട് എന്നതാണ്. ഇനി അതുപോലെ തന്നെ സെക്യുലർ ഫാബ്രിക് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ സ്ട്രെങ്തൻ ചെയ്യുക. ഇന്ത്യയുടെ സെക്യുലറിസം, അതായത് മതങ്ങളുടെ തുല്യ പ്രാധാന്യം പ്രൊട്ടക്ട് ചെയ്യുക എന്നതും എന്താണ്? ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സിലൂടെയാണ് നമുക്ക് എന്ത് പറഞ്ഞിരുന്നത്? എല്ലാ മതങ്ങളും തുല്യനാണ് അല്ലെങ്കിൽ തുല്യമായ സ്ഥാനം നൽകിക്കൊണ്ടുള്ള സെക്യുലർ സ്റ്റേറ്റ് എന്ന ഒരു കൺസെപ്റ്റിന്റെ സ്ട്രെങ്തൻ ചെയ്യിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ദേ ചെക്ക് ദ അബ്സല്യൂട്ട്നെസ് ഓഫ് ദ അതോറിറ്റി ഓഫ് ദ ഗവൺമെന്റ്. They lay down the foundation stones of social equality and social justice. They ensure the dignity and respect of individual. ഇത് ജനങ്ങളുടെ അന്തസ്സ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു വിഭാഗമാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ അഭിമാനം അല്ലെങ്കിൽ അന്തസ്സ്, ഓരോ വ്യക്തിയുടെയും അന്തസ്സ് നിലനിർത്തണമെങ്കിൽ എന്താവശ്യമാണ്? ഈ മൗലികമായ ആവശ്യങ്ങൾ വേണം. കാരണം ഈ ഒരു എല്ലാ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളുകളും ഒരു വ്യക്തിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിൽ ആ വ്യക്തിക്ക് തുല്യമായ പ്രാധാന്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദേ ഫെസിലിറ്റേറ്റ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ ദ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്. അതായത് ജനങ്ങൾ എപ്പോഴും എന്താണ്? ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ പ്രോസസ്സിന്റെ ഭാഗമാണ്, അല്ലാതെ എപ്പോഴും വിട്ടുനിൽക്കേണ്ട ഒന്നല്ല എന്നുകൂടി ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് പറഞ്ഞു തരുന്നു. ഇതൊക്കെയാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമുക്ക് ഒന്നുകൂടി നോക്കാം. ദേ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ബെഡ്റോക്ക് ഓഫ് ഡെമോക്രാറ്റിക് സിസ്റ്റം ഇൻ ദ കൺട്രി. They provide necessary conditions for material and moral protection of men. They serve as formidable bulwark of individual liberty. They facilitate the establishment of rule of law in the country. They protect the interest of minorities and weaker sections of the society. They strengthen the secular fabric of the Indian state. They check the absoluteness of the country authority of the government. They lay down the foundation stones of social equality and social justice. They ensure the dignity and the respect of individual. They facilitate the participations of people in the political and administrative process. ഇത്രയുമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളത്. ആദ്യം ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 6 ഉള്ളൂ. അത് നമുക്ക് പറയാം. ഏതൊക്കെയാണ് ആ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് ആദ്യം പറയാം. റൈറ്റ് ടു ഈക്വാലിറ്റി. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം പറഞ്ഞിരുന്നത്. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എത്രയാണ്? ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് പറഞ്ഞത്. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23ഉം 24ഉമാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിളുകളാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ പറയുന്നത്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് പറയുന്നത്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 29, 30മാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് പറയുന്നത്. റൈറ്റ് ടു പ്രോപ്പർട്ടി ആർട്ടിക്കിൾ 31ആണ്. ഇത് എന്താണ്? ഇപ്പോൾ നിലവിൽ ഇല്ല. ഇതെന്താണ്?
ഇത് ഇപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തല്ല, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32 ഏതെങ്കിലും കാരണവശാൽ ഈ മേൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു മൗലിക അവകാശം ഹനിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, കോടതിയെ സമീപിക്കാനുള്ള അവകാശം കൂടി എന്തുണ്ട്, ആർട്ടിക്കിൾ 32 നമുക്ക് നൽകുന്നുണ്ട്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ് തന്നെ പറയുന്ന എന്താണ്, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റാണ്. ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഹനിക്കുകയാണെങ്കിൽ നേരിട്ട് കോടതിയെ സമീപിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 32 ആണ്. ഇനി നമ്മൾ പറഞ്ഞു ആറാമത്തെ ആയിട്ട് വരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി, അതായത് ആർട്ടിക്കിൾ 31 എടുത്തു കളഞ്ഞു വന്നു. 1978 44ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എടുത്തു കളയുകയും അതിനെ 300A, അതായത് പാർട്ട് 12 300A എന്ന ഒരു ലീഗൽ റൈറ്റാക്കി മാറ്റുകയും ചെയ്തു. ഇപ്പോഴതെന്താണ്, ലീഗൽ റൈറ്റാണ്. ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങളുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന ഇത് ഹനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയില്ല. കാരണം എന്താണ്, ഇതൊരു ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, പകരം ഒരു ലീഗൽ റൈറ്റാണ്. ലീഗൽ ഇഷ്യൂസ് ആയിട്ടുള്ള ലീഗൽ കേസായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് എന്ത് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്നത്. അപ്പോൾ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഒറിജിനലി ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 6 ഉള്ളൂ. നമുക്ക് നോക്കാം 6 ഏതൊക്കെയാണ്. ഒന്ന് റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റിപ്പീൽ ചെയ്തു, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇനി എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ വളരെ പ്രസക്തമായ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്ന്, ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ചിലത്, അതായത് ഫണ്ടമെന്റൽ റൈറ്റിൽ ചില കാര്യങ്ങൾ എന്താണ് സിറ്റിസൺസിന് മാത്രം ബാധകമായിട്ടുള്ളതാണ്. ചില കാര്യങ്ങൾ സിറ്റിസൺസിനും ഫോറിനേഴ്സിനും ലീഗൽ പേഴ്സൺസിനായിട്ടുള്ള കോർപ്പറേഷൻ, കമ്പനീസ് എല്ലാത്തിനും ബാധകമായിട്ടുള്ളതാണ്. അപ്പോൾ 2 തരത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റുകളാണ് ഇതിൽ പറയുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പറയാം. ഇപ്പം നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫീച്ചേഴ്സ് എന്താണ്, 2 തരത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിളുകൾ വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ചിലത് എന്താണ്, ചിലത് സിറ്റിസൺസിന് മാത്രമുള്ളതെങ്കിൽ ചിലത് സിറ്റിസൺസ്, ഫോറിനേഴ്സ്, ലീഗൽ പേഴ്സൺ ലൈക്ക് കോർപ്പറേഷൻസ് ആൻഡ് കമ്പനീസ് അത് ബാധകമായിട്ടുള്ളതാണ് എന്ത് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് അബ്സല്യൂട്ട് അല്ല, ഇത് ക്വാളിഫൈഡ് ആണ്. അതായത് ഓരോ സ്റ്റേറ്റിനും, സ്റ്റേറ്റ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സാധാരണ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഇതിനെ കാണരുത്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം, അതായത് നമ്മൾ അടുത്ത ആർട്ടിക്കിൾ 12 വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ തന്നെ പറഞ്ഞുതരാം. ആ ഓരോ സ്റ്റേറ്റിനും എന്ത് ചെയ്യാം, സ്റ്റേറ്റിന് ഈ ഓരോ ഫണ്ടമെന്റൽ റൈറ്റിനും റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് വയ്ക്കാം. റെസ്ട്രിക്ഷൻസ് എന്തായിരിക്കണം, റീസണബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്, കോടതിയാണ്. അതായത് വെറുതെ ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് ഇനി ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇത്ര വിലക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കോടതിയെ സമീപിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, കോടതി തീരുമാനിക്കും ഇത് റീസണബിൾ റെസ്ട്രിക്ഷൻ ആണോ അല്ലയോ എന്നുള്ളത്. They strike the balance between right of individual and those of the society as well, between the individual liberty and social control. അതായത് നമ്മൾ ഇനി ഓരോ വിശദമായിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്കിത് മനസ്സിലാവും. അതായത് ഓരോ ആർട്ടിക്കിളുകളും അല്ലെങ്കിൽ ഓരോ ഫണ്ടമെന്റൽ റൈറ്റിനും റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഗവൺമെന്റിന് വെക്കാൻ കഴിയും. സ്റ്റേറ്റിൻ്റെ ആർബിട്രറി ആക്ഷൻസിനെ എന്ത് ചെയ്യാം, ആർബിട്രറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റിന് ആർബിട്രറി ആയിട്ടുള്ള ആക്ഷൻസ് എടുത്തിട്ട് മൗലിക അവകാശങ്ങൾ ഹനിക്കാൻ കഴിയില്ല. കാരണം ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജസ്റ്റിഷ്യബിൾ ആണ്. അതായത് ഏതെങ്കിലും കാരണവശാൽ സ്റ്റേറ്റ് ഇത് ഹനിക്കുകയാണെങ്കിൽ നേരിട്ട് കോടതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റിനെതിരെ പരാതി നൽകാം. അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റിന് ഉണ്ടാക്കിയ ആ ഫണ്ടമെന്റൽ റൈറ്റിനെ ഹനിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, കോടതി മുഖേന നമുക്ക് നേരിടാം. ഇനി ഈ ഒരു ചിലത് സ്റ്റേറ്റുകളുടെ ആക്ഷൻ ആണെങ്കിൽ ചിലത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ആക്ഷൻ
സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഉള്ളത്. അത് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണ് വയലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും നേരിട്ട് ജസ്റ്റിഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ട് നേരിട്ട് കോടതിയിൽ സമീപിക്കാൻ കഴിയില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം, ലീഗൽ ആക്ഷൻസ് എടുക്കാൻ കഴിയും. ഇനി അടുത്തതായിട്ട് വരുന്നത് ചിലത് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണ്. അതായത് ഇതിന് പ്ലേസ് ലിമിറ്റേഷൻസ് ഉണ്ടാവും. എന്നാൽ ചിലത് പോസിറ്റീവ് നാച്ചറാണ്. അതായത് എന്ത് ചെയ്യും, സർട്ടൻ പ്രിവിലേജസ്, അതായത് പേഴ്സൺസിന് പ്രത്യേക പ്രിവിലേജസ് നൽകുന്നതാണ് ചിലത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ജസ്റ്റിഷ്യബിൾ ആണെന്ന് പറഞ്ഞല്ലോ നമ്മൾ. ജസ്റ്റിഷ്യബിൾ ആണ്, ഇത് എന്ത് ചെയ്യാം, ഒരാൾക്ക് അത് വയലേറ്റ് ചെയ്യുന്ന സമയത്ത് നേരിട്ട് കോടതിയെ സമീപിക്കാം. ഡിഫെൻഡ് ആൻഡ് ഗ്യാരണ്ടീഡ് ബൈ ദ സുപ്രീം കോർട്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശത്തിന് എന്ത് ചെയ്യും, ഗ്യാരണ്ടി ചെയ്യുന്നവരാണ് സുപ്രീം കോർട്ടാണ്. ഇത് സാധാരണ എക്സാംസിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ഇതിനെ ഗ്യാരണ്ടി ആണ്, ഡിഫെൻഡ് ആൻഡ് ഗ്യാരണ്ടീഡ് ബൈ ദ സുപ്രീം കോർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇത് എക്സാംസിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Hence, aggrieved persons can directly go to the Supreme Court, not necessary by the way of appeal against judgment of High Court. ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റിന്റെ അപ്പീലായിട്ട് മാത്രമല്ല എന്ത് ചെയ്യാൻ കഴിയുന്നത്, സുപ്രീം കോടതിയിലേക്ക് പോകാൻ കഴിയുന്നത്. ഒരാളുടെ മൗലിക അവകാശത്തെ ഹനിക്കുകയാണെങ്കിൽ അയാൾക്ക് നേരിട്ട് എന്ത് ചെയ്യാം, സുപ്രീം കോടതിയെ സമീപിക്കാം. ഇനി അടുത്തതായിട്ട് വരുന്നത്, ഇതൊരിക്കലും സാക്രോസാങ്ക്റ്റ് അല്ല, അതായത് അല്ലെങ്കിൽ പെർമനന്റ് അല്ല. പാർലമെന്റിന് എന്ത് ചെയ്യാം, ഈ ഇതിൽ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ എടുത്തു കളയാനോ ഉള്ള അവകാശമുണ്ട്. പക്ഷെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ബേസിക് സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്ന രീതിയിലാണെങ്കിൽ കേശവാനന്ദ ഭാരതി കേസിലെ വിധി പ്രകാരം ബേസിക് സ്ട്രക്ചറിനെ ഹനിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. എന്നാൽ ബേസിക് സ്ട്രക്ചറിനെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചറിനെ ഹനിക്കുന്നില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് എന്താണ്, വാലിഡാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യും, റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തു കളഞ്ഞത് അസാധുവായില്ല. കാരണം എന്താണ്, അത് ബേസിക് സ്ട്രക്ചറിനെ ഹനിച്ചിട്ടില്ല. ഇതുപോലെ തന്നെ ഇനി നാഷണൽ എമർജൻസി ഉള്ള സമയത്ത് ബാക്കിയുള്ള അതായത് ആർട്ടിക്കിൾ 20ഉം 21ഉം ഒഴികെയുള്ള ആർട്ടിക്കിൾ 20ഉം 21ഉം ഒഴികെയുള്ള എല്ലാ ആർട്ടിക്കിളുകളും എന്താവും, സസ്പെൻഡ് ചെയ്യപ്പെടും നാഷണൽ എമർജൻസി ഉള്ള സമയത്ത്. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ആർട്ടിക്കിൾ 19ലുള്ള 6 റൈറ്റ്സ് എന്ത് ചെയ്യും, സസ്പെൻഡ് ചെയ്യപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നുകിൽ വാർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടായിരിക്കണം. അല്ലാതെ നോട്ട് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ആർമഡ് റിബേലിയൻ ഓർ ഇന്റേണൽ എമർജൻസി ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യില്ല. എന്നാൽ നാഷണൽ എമർജൻസി ഉള്ള സമയത്ത് ആർട്ടിക്കിൾ 20ഉം 21ഉം ഒഴികെയുള്ള സസ്പെൻഡ് ആവും. ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, അത് വാർ ഓർ എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആർട്ടിക്കിൾ 31A സേവിംഗ് ദ ലോസ് ഓഫ് പ്രൊവൈഡിങ് അക്വിസിഷൻ ഓഫ് സ്റ്റേറ്റ് എസ്റ്റേറ്റുകളൊക്കെ അക്വിസിഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾ 31 വരുന്ന സമയത്ത് എന്താണ്, ഈ ഫണ്ടമെന്റൽ റൈറ്റിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും ഓട്ടോമാറ്റിക്കായി. ആർട്ടിക്കിൾ 31 അതായത് വാലിഡേഷൻ ഓഫ് സർട്ടൈൻ ആക്ട്സ് ആൻഡ് റെഗുലേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് 9th ഷെഡ്യൂൾ. നമ്മൾ ഷെഡ്യൂൾ പഠിച്ച സമയത്ത് പറഞ്ഞു 9th ഷെഡ്യൂളിലുള്ള ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഷെഡ്യൂളുകൾ എന്ന വീഡിയോസ് നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും. 9th ഷെഡ്യൂളിൽ ഉൾപ്പെട്ടുള്ള ലോസ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾ 31B പറയുന്നത് എന്താണ്, ആർട്ടിക്കിൾ 31B പ്രകാരവും ഉള്ള കാര്യങ്ങളാണെങ്കിൽ അതെന്തായിരിക്കും, ഫണ്ടമെന്റൽ റൈറ്റ്സിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ആർട്ടിക്കിൾ 31 അതായത് 9th ഷെഡ്യൂളിൽ ലോസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ അക്വിസിഷൻ ഓഫ് സ്റ്റേറ്റ് എസ്റ്റേറ്റുകളാണ് വരുന്നത്. ഇങ്ങനത്തെ സമയത്തൊക്കെ എന്താണ്, ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ലിമിറ്റേഷൻ വെക്കാം ഗവൺമെന്റിന്. ആർട്ടിക്കിൾ 31C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ടുള്ള ലോസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഹനിക്കാം. അതെന്താണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് കുറച്ച് ഹനിക്കപ്പെട്ടു എന്ന് കരുതിയിട്ട് നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ കോടതി മുഖാന്തരം നമുക്ക് നേരിടാൻ കഴിയും. കാരണം എന്താണ്, ആർട്ടിക്കിൾ 31Aയും 31Bയും 31Cയും ഇതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 33 എന്ന് പറയുന്നത് പാരാമിലിറ്ററി ഫോഴ്സ്, ആർമഡ് ഫോഴ്സ്, പോലീസ് ഫോഴ്സ്, ഇന്റലിജൻസ് ഏജൻസീസ്, അൺലോക്ക് സർവീസ് എന്നിവയ്ക്ക് എന്താണ്, ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ലിമിറ്റേഷൻസ് ഗവൺമെന്റിന് വെക്കാം. ഇതുപോലെ തന്നെ അടുത്തത് വരുന്നത് മാർഷ്യൽ ലോ.
മാർഷൽ ലോ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ മിലിറ്ററി റൂൾ ഉണ്ടാകുന്ന സമയത്ത് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ മൗലിക അവകാശങ്ങൾക്ക് ലിമിറ്റേഷൻസ് വയ്ക്കാം. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 35 പറയുന്നത് എന്താണ്, സാധാരണയായി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നേരിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. അതായത് ചില ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ ലോകൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ആ നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത് പാർലമെൻറ്റിലാണ്. അതായത് സംസ്ഥാന നിയമസഭകളിലല്ല, പാർലമെൻറ്റിലാണ് എന്ത് ചെയ്യേണ്ടത്, അത്തരം നിയമങ്ങൾ നിർമ്മിക്കേണ്ടത്. അത്തരം നിയമങ്ങൾ നിർമ്മിക്കേണ്ടത് പാർലമെൻറ്റിലാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പാർലമെൻറ്റിൽ നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ ഇന്ത്യ മുഴുവൻ ഒരു ഏക രൂപം ഉണ്ടാകും. ഓരോ സംസ്ഥാനങ്ങൾക്ക് ഇത് വീതിച്ചു കൊടുത്തിരുന്നെങ്കിൽ പല രൂപത്തിലായിരിക്കും നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് എന്തു പറയുന്നത്, ഒറ്റ നിയമത്തിലുള്ള പാർലമെൻറ്റിലെ നിയമങ്ങളായിരിക്കും മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇനി ആർട്ടിക്കിൾ 12 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെഫിനിഷൻ ഓഫ് ദ സ്റ്റേറ്റ്. ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ഏതൊക്കെയാണ് ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്? നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് തന്നെ പറഞ്ഞിരുന്നു. ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്, സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനങ്ങളല്ല, ഗവൺമെൻറ് ആൻഡ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് ഓർഗൻസ് ഓഫ് യൂണിയൻ ഗവൺമെൻറ്. Government and legislature of state, that is executive and legislative organs of state government. Executive and legislative organs of state government and executive and legislative organs of union government. All local authorities like municipality, panchayat, district board, improvement trust, etc. ഇനി all other authorities, that is statutory, non-statutory authorities like LIC, ONGC, SAIL, etc. ഇതൊക്കെയാണ് ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന കീഴിൽ വരുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് ഗവൺമെൻറ് ആൻഡ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് സ്റ്റേറ്റ്, ആൾ ലോക്കൽ ബോഡീസ്, ആൾ അതർ അതോറിറ്റീസ്, ദാറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി, നോൺ സ്റ്റാറ്റ്യൂട്ടറി. അതായത് സുപ്രീം കോടതിയുടെ വിധി ന്യായത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനമായാൽ പോലും അത് ഗവൺമെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ അതും എന്തിൻ്റെ ഡെഫിനിഷനിൽ പെടും? സ്റ്റേറ്റ് എന്ന ഡെഫിനിഷനിൽ പെടും.